الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ മുത്തഖികളായി ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുണർത്തുന്നു. നാം ഏവരെയും അങ്ങനെ ജീവിക്കുവാനും മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. വളരെ പരിചിതമായ 2 വചനങ്ങളാണ് ഞാൻ ഓതി വെച്ചത്. സൂറ ആല ഇമ്രാനിലെ 26, 27 വചനങ്ങളാണ്. അള്ളാഹുവേ എന്ന് വിളിച്ചുകൊണ്ട് അവനെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനാ രൂപം. അതോടൊപ്പം തന്നെ തത്വപരമായ കുറെ യാഥാർത്ഥ്യങ്ങളും ഉൾക്കൊള്ളുന്ന വചനങ്ങളാണിത്. ഈ വചനങ്ങൾ മുഖേന പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഖുൽ നബിയെ പറയുക, അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, സർവ ആധിപത്യങ്ങളുടെയും ഉടമസ്ഥനായ അധിപനായ അല്ലാഹുവേ, തുഖ്തിൽ മുൽക്ക, ആധിപത്യം നീ നൽകുന്നു, മൻ തശാഉ, നീ ഉദ്ദേശിച്ചവർക്ക്, വതൻസിഉൽ മുൽക്ക, ആധിപത്യം നീ നീക്കം ചെയ്യുന്നു, മിമ്മൻ തശാഉ, നീ ഉദ്ദേശിച്ചവരിൽ നിന്ന്, വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവരെ നീ പ്രതാപത്തിലാക്കുന്നു, നീ ഉദ്ദേശിക്കുന്നവരെ നീ നിന്ദ്യനാക്കുകയും ചെയ്യുന്നു. ബിയദിക്കൽ ഖൈർ, നിന്റെ കൈകളിലൂടെയാണ് സർവ നന്മകളും. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ,
തീർച്ചയായും നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. തൂലിജുൽ ലൈല ഫിന്നഹാരി, രാത്രിയെ നീ പകലിൽ പ്രവേശിപ്പിക്കുന്നു. വതൂലിജുൻ നഹാറ ഫിൽ ലൈലി, പകലിനെ നീ രാത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, ജീവനില്ലാത്തതിൽ നിന്ന്, നിർജീവമായതിൽ നിന്ന് ജീവിയെ നീ പുറത്തു കൊണ്ടുവരുന്നു. വതുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ്, ജീവനുള്ളതിൽ നിന്ന്, ജീവിയിൽ നിന്ന് ജീവൻ ഇല്ലാത്തതിനെയും നീ പുറത്തു കൊണ്ടുവരുന്നു. വതർസുഖു മൻ തശാഉ ബിഗൈരി ഹിസാബ്, നീ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ നീ കൊടുക്കുകയും നൽകുകയും ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ അർത്ഥം. ഇതിന്റെ ആദ്യം അല്ലാഹുമ്മ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നതിനാലാണ്, അതൊരു പ്രാർത്ഥനാ രൂപത്തിലാണ് എന്ന് പറയുന്ന കാരണം. അതുകൊണ്ട് തന്നെയാണ് ഇതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്നും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇതിൽ ഉൾക്കൊള്ളുന്ന വിഷയങ്ങൾ ഒരുപാടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായി ഊന്നി പറയുന്ന ഒരു കാര്യം, നമ്മൾ മൊത്തത്തിൽ ഇതൊന്ന് പരിശോധിച്ചാൽ എല്ലാവിധത്തിലുള്ള സ്ഥാനമാനങ്ങളും പദവികളും നന്മകളും കനിഞ്ഞേകുന്നതും അത് എടുത്തു കളയുന്നതും രാപ്പകലുകളെ നിയന്ത്രിക്കുന്നതും ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാറ്റിനെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്നതും നീ മാത്രമാണ്. എല്ലാം നിന്റെ ഉടമസ്ഥതയിലും നിന്റെ നിയന്ത്രണത്തിലും മാത്രമാണ്. നിന്റെ ഉദ്ദേശ്യവും നിന്റെ തീരുമാനങ്ങളും അനുസരിച്ചല്ലാതെ ഒന്നും സംഭവിക്കില്ല. മറ്റാർക്കും ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കോ അവകാശമോ ഇല്ല. അതുകൊണ്ട് നിന്റെ ഔദാര്യവും നിന്റെ കൃപാകടാക്ഷവും ഞങ്ങളിൽ വർഷിപ്പിക്കണമേ എന്നാണ് വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഇതിന്റെ സാരം. ഇതിൽ ഊന്നിപ്പറയുന്ന കാര്യം, രണ്ടാമത്തെ വചനത്തിലേക്ക് ഒട്ടും കടക്കാൻ സമയം കിട്ടൂല. 2 വചനങ്ങളാണ് ഇതെന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. ഇതിൽ ആദ്യം പറയുന്ന കാര്യം, അധികാരവും പ്രശസ്തിയും വിജയവും ഭൗതിക ജീവിതത്തിൽ ശാശ്വതമല്ല. ഇതാണ് ഊന്നിപ്പറയുന്ന ഒരു കാര്യം. അതാണ് സർവ്വ അധികാരങ്ങളുടെയും ഉടമസ്ഥൻ നീയാണത് നൽകുന്നത്, നീയാണത് നീക്കം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ കാര്യം വളരെ വ്യക്തമാണ്. നമ്മൾ നോക്കുക, എത്രയോ വർഷങ്ങൾ ഓരോരുത്തരെ അടക്കി വാണിരുന്ന എത്രയോ പേർ പരാജയപ്പെടുകയും ആരെയാണോ അടക്കി ഭരിച്ചിരുന്നത് അവർ വിജയത്തിലെത്തുകയും അവർ ഇവരെ ഭരിക്കുകയും അവരുടെ ഭരണത്തിന് കീഴിൽ ഇവർ നിന്ദ്യരായി തീരുകയും ചെയ്യുന്ന എത്രയോ അനുഭവങ്ങളും സംഭവങ്ങളും ഒക്കെ നമ്മൾ നിത്യേന എന്നോണം കേൾക്കുകയും കാണുകയും അനുഭവിച്ചറിയുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അധിക വിശദീകരണമൊന്നും വേണ്ട. ആട്ടിയോടിക്കപ്പെട്ടവർ അധികാരത്തിലെത്തുകയും അധികാരത്തിലിരുന്നവർ ആട്ടിയോടിക്കപ്പെടുകയും അല്ലെങ്കിൽ ജയിലറകൾക്കുള്ളിലാക്കപ്പെടുകയും ചെയ്ത സംഭവങ്ങളും ചരിത്രത്തിൽ നമുക്ക് കാണാം. എത്രയോ വർഷങ്ങൾ, 100ഉം 1000ഉം വർഷങ്ങളൊക്കെ എല്ലാവരെയും അടക്കി വാണിരുന്ന എത്രയോ ഭരണാധികാരികളാണ് പരാജയത്തിന്റെ കയ്പുനീർ കുടിച്ചിറക്കിയത്. നമ്മൾ നോക്കുക, ഫിറഔന്റെയും മൂസാ നബിയുടെയും ചരിത്രം മാത്രം മതി. ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല, ഉദാഹരണം മാത്രം സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഈ വചനങ്ങൾക്കൊരു അവതരണ പശ്ചാത്തലമുണ്ട്. അതും കൂടി മനസ്സിലാക്കുമ്പോൾ ഇതിന്റെ ആഴം എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നബിയും അനുചരന്മാരും അനുഭവിച്ച് അവസാനം മക്ക ജയിച്ചടക്കി. ഫത്ഹ് മക്ക ഉണ്ടായി. മക്ക ജയിച്ചടക്കി കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുയായികൾക്ക് ഒരു സന്തോഷ വാർത്ത നൽകുന്നുണ്ട്. എന്താണ് ആ സന്തോഷ വാർത്ത? റോമും പേർഷ്യയും നിങ്ങളുടെ അധീനതയിൽ വരും. ഇതാണ് ആ സന്തോഷ വാർത്ത. ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത നിലയിലുള്ള 2 മഹാസാമ്രാജ്യങ്ങളാണ് റോമും പേർഷ്യയും വന്ന്. അത് എങ്ങനെ ഇവരുടെ കൈകളിൽ എത്തും എന്നുള്ളത് അന്നേ പലരും ചിന്തിച്ചതാണ്. ചിന്തിക്കുക മാത്രമല്ല, കപടവിശ്വാസികളായ മുനാഫിക്കുകളായ ആളുകളും യഹൂദികളും ജൂതന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത് പറഞ്ഞതിന്റെ പേരിൽ പരിഹസിച്ചു എന്നതാണ്. എത്ര വിദൂരമായ സ്വപ്നമാണ് മുഹമ്മദ് ഈ പറയുന്നത്. ഇതെങ്ങനെ നടക്കാനാണ്? കാരണം റോമും പേർഷ്യയും എന്ന് പറയുന്നത് പ്രതാപികളാണ്,
പ്രതിരോധ ശേഷിയുള്ളവരാണ്. എന്തിനേയും ആരെയും അതിജയിക്കാൻ കെൽപ്പുറ്റവരാണ്, പ്രതിരോധ ശേഷിയുള്ളവരാണ്, ആയുധ സൈന്യ സജ്ജീകരണമുള്ള ആളുകളാണ്. അതേപോലെ തന്നെ പ്രതാപികളാണ്. റോമൻ ചക്രവർത്തി എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രതാപമുള്ള ആളാണ്. ആ നിലയിലുള്ള ആളുകളെ എങ്ങനെ ജയിച്ചടക്കാനാണ് മുഹമ്മദ് പറയുന്നത്? അവർ പരിഹസിച്ചു പ്രവാചകനെ. മുഹമ്മദിന് ഏതായാലും മക്ക ജയിച്ചടക്കാൻ കഴിഞ്ഞു, മദീനയും കയ്യിലുണ്ടല്ലോ, പിന്നെന്തിനാണ് റോമും പേർഷ്യയും വ്യാമോഹിക്കുന്നതും അത് കിട്ടുമെന്ന് പറഞ്ഞു വെക്കുന്നതും? ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. റോമും പേർഷ്യയും പിന്നീട് മുസ്ലിങ്ങൾ ജയിച്ചടക്കിയില്ലേ? ചരിത്രം അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വെറുതെ ആയില്ല, അത് സംഭവിച്ചു. അപ്പം ആ നിലയിൽ അതുമായി ബന്ധപ്പെട്ടാണ് ഈ വചനങ്ങൾ അവതരിച്ചു എന്നതാണ്. കാരണം ഇവിടെ ഊന്നി പറയുന്ന ഒരു കാര്യം, റോമിനും പേർഷ്യക്കുമാണ് പ്രതാപം. ആ പ്രതാപികളായ എല്ലാ കഴിവുമുള്ള ആ ആളുകളെ, ആ രണ്ട് മഹാരാഷ്ട്രങ്ങളെ ഒന്നുമില്ലാത്ത മുഹമ്മദിന്റെ ആളുകൾക്ക് എങ്ങനെ ജയിച്ചടക്കാൻ കഴിയും എന്നുള്ള ചോദ്യവും പരിഹാസവുമാണ് അവർ ഉന്നയിച്ചത്. അതിന് മറുപടി എന്നുള്ള നിലയിൽ അവതരിച്ച വചനങ്ങളാണത്രേ ഇത്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ. നീ ഉദ്ദേശിച്ചവരെ നീ പ്രതാപത്തിലാക്കും, നീ ഉദ്ദേശിച്ചവരെ നീ നിന്ദ്യതയിലാക്കും. ബിയദിക്കൽ ഖൈർ, നിന്റെ കരങ്ങളിലാണ് സർവ്വ നന്മയും. അപ്പൊ ആ നന്മകൾ ആർക്ക് എത്ര കാലം എത്രത്തോളം കൊടുക്കണം, ആർക്ക് നൽകണം, ആരിൽ നിന്ന് നീക്കം ചെയ്യണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതാണ് ഭൗതിക ലോകത്ത് വ്യക്തികളുടെയോ സമൂഹങ്ങളുടെയോ ഉയർച്ചയ്ക്ക് സ്ഥായി ഭാവമില്ല എന്ന് പറയുവാൻ കാരണം. അതുപോലെ തന്നെ ആരും അജയ്യരല്ല എന്നുള്ളതും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ചിലർക്ക് കുറെ കാലം, ദീർഘകാലം, ചിലപ്പോൾ 1 ടേമോ 2 ടേമോ 3 ടേമോ ഒക്കെ അധികാരത്തിൽ ഇരുന്നു എന്ന് വന്നേക്കാം. പിന്നീട് അതങ്ങോട്ട് നഷ്ടപ്പെടുകയും പരാജയപ്പെടുകയും ആരായിരുന്നോ പരാജിതരായിരുന്നവർ അവർ ജയിച്ചടക്കുകയും ഒക്കെ ചെയ്യുന്ന എത്രയോ അനുഭവങ്ങൾ നമ്മൾ കാണുന്നു, കേൾക്കുന്നു. ഇപ്പൊ നമ്മളൊക്കെ സാധാരണ സ്പോർട്സിലും കളികളിലും ഒക്കെ താല്പര്യമുള്ളവരാണ് നമ്മിൽ പലരും. പലർക്കും പല കളികളും പലതുമാണ്, ഗെയിംസുമാണ് താല്പര്യമുള്ളത്. നമുക്ക് ഇഷ്ടപ്പെട്ട ടീമുകൾ ഉണ്ടാകും. ആ ഇഷ്ടപ്പെട്ട ടീമുകളിൽ നാം ഇഷ്ടപ്പെടുന്ന വലിയ വ്യക്തികൾ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് അവരുള്ളത് കൊണ്ട് എന്നും ഇവര് ജയിച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ആ ടീം വിജയം കൈയാളും. നമ്മളുടെ മുൻവിധിയാണ്. ആ മുൻവിധിയോടെ നമ്മൾ ഒരു ടീം മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ടീമിനെ ഓർക്കാപ്പുറത്ത് മറ്റൊരു നിസ്സാരമെന്ന് കരുതിയ ഒരു ടീം പരാജയപ്പെടുത്തിയാൽ ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ, നമ്മൾ കേട്ടിട്ടില്ലേ ഫുട്ബോളൊക്കെ നടക്കുന്ന സന്ദർഭങ്ങളിൽ, ലോക ഫുട്ബോൾ നടക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ സ്വന്തം ഇഷ്ടപ്പെട്ട ടീം തോറ്റതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല. അപ്പൊ അങ്ങനെ ഒരു മാനസികാവസ്ഥയാണ്. ഇവരെ ജയിക്കൂ, ഇവർക്കേ ജയിക്കാൻ കഴിയൂ, വേറെ ആർക്കും ഇവരെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് തീരുമാനിച്ച് ഉറച്ച് മുൻവിധിയോടെ കാത്തിരിക്കുമ്പോഴാണ് ഓർക്കാപ്പുറത്ത് അടി കിട്ടുന്നത്. അങ്ങനെ വിചാരിച്ച ടീം പരാജയപ്പെടുത്തപ്പെടുന്നു. പരാജയപ്പെടും എന്ന് വിചാരിച്ചത് വിജയിച്ചു കയറുന്നു. ഇത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോൾ അങ്ങനെ മാനസികാവസ്ഥയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇച്ഛാഭംഗവും നിരാശയും ഉണ്ടാകും. ഇതുപോലെ ജീവിതത്തിൽ ഓരോ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന നമ്മൾ ബിസിനസ് ചെയ്ത് കച്ചവടം ചെയ്ത് വളരെ നല്ല ഒരവസ്ഥയിലേക്ക് ഇങ്ങനെ കുതിച്ചു പോകുമ്പോൾ ഇനി എന്റെ മീതെ വരാൻ ആരുമുണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ കുതിച്ചു പായുമ്പോഴായിരിക്കും ഞാൻ തകർന്നു പോകുന്നത്. അപ്പോൾ ഇതുവരെ തകർന്നടിഞ്ഞ ഒരാള് നമ്മുടെ മീതെ വന്നെന്നിരിക്കും. ഇതൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചറിയുന്നില്ലേ പ്രിയമുള്ളവരെ? ഇത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? ജയപരാജയങ്ങളിലെ അള്ളാഹുവിന്റെ പ്രാപഞ്ചിക നിയമങ്ങളെ കുറിച്ചുള്ള ശരിയായ ധാരണയാണ് വിശ്വാസികൾക്കുണ്ടാകേണ്ടത്. അപ്പൊ അവനക്കൊരു നിരാശ ഉണ്ടാവില്ല. അവൻ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറയും. എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിനാണ് സർവസ്തുതി
എന്ന് പറയാൻ നാക്ക് പൊങ്ങണമെങ്കിൽ ഈ മാനസികാവസ്ഥയിലേക്ക് എത്തണം. ഇല്ലെങ്കിൽ നിരാശയുടെ പടുകുഴിയിലേക്ക് നാം എടുത്തെറിയപ്പെടും. അവിടെയാണ് ആത്മഹത്യയും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ വന്നു ഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ ഒരു പ്രകൃതി നിയമമുണ്ട്. ആ പ്രകൃതി നിയമമാണ് സത്യത്തിൽ ഈ വചനങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണ് ആ പ്രകൃതി നിയമം? ദുന്യാവിൽ ഉയർന്നു പൊങ്ങുന്ന ഈ ഐഹിക ലോകത്തിൽ, ഭൗതിക ലോകത്ത് ഉയർന്നു പൊങ്ങുന്ന എന്തിനേയും താഴ്ത്തുക എന്നുള്ളത് അള്ളാഹുവിന്റെ നടപടിക്രമത്തിന്റെ ഭാഗമാണ് എന്ന് നാം തിരിച്ചറിയുക. അതുകൊണ്ട് എപ്പോഴും ആഹ്ലാദിക്കാൻ നമുക്ക് കഴിയില്ല. എപ്പോഴും നിരാശയുടെ പടുകുഴിയിൽ കഴിക്കേണ്ട ആവശ്യവുമില്ല. ഇങ്ങനൊരു നടപടിക്രമം അള്ളാഹുവിനുണ്ട്. ഏറ്റവും ഉന്നതിയിലെത്തുന്ന, ഉയർന്നു പൊങ്ങുന്ന എന്തിനേയും താഴ്ത്തുക അള്ളാഹുവിന്റെ നടപടിക്രമത്തിന്റെ ഭാഗമാണ് എന്ന് ഉറച്ച് വിശ്വസിച്ച് നോക്കിയേ. എന്തെങ്കിലും പ്രയാസമോ കച്ചവടത്തിൽ നഷ്ടമോ അല്ലെങ്കിൽ വിചാരിച്ച കാര്യം നടക്കാതെ വരികയോ പരാജയപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ നിരാശ ഉണ്ടാവില്ല. അപ്പൊ പറയും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഇതാണ് വിശ്വാസിയുടെ മനസ്സ്. ഇതിലേക്ക് വിശ്വാസി ഉയർത്തുകയാണ് ഈ സംഭവം. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും മനോഹരവും മഹോന്നതവും ചിന്തനീയവുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന ഒരു ചെറു സംഭവം ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇമാം ബുഖാരിയും അഹ്മദും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു ഒട്ടകം ഉണ്ടായിരുന്നു. ആ ഒട്ടകത്തിന്റെ പേര് അൽബാ എന്നാണ്. അൽബാ എന്നാണ് ആ ഒട്ടകത്തിന്റെ പേര്. ആ ഒട്ടകത്തിനൊരു സവിശേഷത ഉണ്ടായിരുന്നു, ലാ തുസ്ബഖ്. മറ്റൊട്ടകങ്ങളാൽ ഒരിക്കലും പരാജയപ്പെടുത്തപ്പെടാൻ പറ്റാത്ത ഒരു ഒട്ടകം. ഏതൊട്ടകവുമായി മത്സരം നടത്തിയാലും റസൂലിന്റെ ഈ അൽബാ എന്ന് പറയുന്ന ഒട്ടകം വിജയിച്ചിരിക്കും. അങ്ങനെയുള്ള ഒരു ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നു. ആ ഒട്ടകത്തിന്റെ കാര്യത്തിൽ പ്രവാചകനേക്കാൾ കൂടുതൽ ഊറ്റം കൊണ്ടിരുന്നത്, അഭിമാനം കൊണ്ടിരുന്നത് പ്രവാചകന്റെ അനുയായികളാണ്. ആ ഒട്ടകം ഒരിക്കൽ ഒരു അറാബിയായ മനുഷ്യൻ, ഒരു ഗ്രാമീണനായ അറബി കയറിയിരുന്ന് യാത്ര ചെയ്യാൻ പ്രായമായ ഒരൊട്ടകവുമായി കടന്നു വരുന്നു. എന്നിട്ട് ആ അറാബിയുടെ, ആ ഗ്രാമീണനായ അറബിയുടെ ഒട്ടകവും ഒരു ഒട്ടകത്തിനും പരാജയപ്പെടുത്തപ്പെടാൻ പറ്റാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അൽബാ എന്ന് പേരുള്ള ഒട്ടകവും തമ്മിൽ മത്സരം നടക്കുന്നു. ആ മത്സരത്തിൽ ഈ അറാബിയായ മനുഷ്യന്റെ ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അൽബാഇനെ പരാജയപ്പെടുത്തുന്നു. ഇത് ഫശഖ്ത അലൽ മുസ്ലിമീൻ, പ്രവാചകന്റെ അനുയായികളായ മുസ്ലിങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാക്കി. കാരണം അവർ ജീവനിലുപരി സ്നേഹിക്കുന്ന പ്രവാചകന്റെ ഒട്ടകമാണ് ഈ പരാജയപ്പെട്ടത്. ഇതേവരെ പരാജയം എന്താണെന്ന് അറിയാത്ത ഈ ഒട്ടകത്തെ ഈ അറാബിയായ ഗ്രാമീണനായ അറബിയുടെ ഒരു ഒട്ടകം പരാജയപ്പെടുത്തി എന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ അവർ പ്രതികരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. പ്രയാസം പുറത്തേക്ക് ചാടുകയാണ്. ഹത്താ അറഫഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരിച്ചറിഞ്ഞു, മനസ്സിലാക്കി. തന്റെ അനുചരന്മാർക്ക് വലിയ വിഷമമുണ്ട് ഈ സംഭവത്തിൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹഖ്ഖുൻ അലല്ലാഹി, ഹഖ്ഖുൻ അലല്ലാഹി അല്ലാ യർതഫിഅ ശൈഉൻ മിനദ് ദുനിയ ഇല്ലാ വളഅഹു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകം. ഈ വാചകമാണ് ഈ വിഷയവുമായി ഏറ്റവും കൂടുതൽ ഞാൻ പരാമർശിച്ചതുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? ഹഖ്ഖുൻ അലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ ബാധ്യതയാണ്. എന്താണ് ബാധ്യത? അല്ലാ യർതഫിഅ ശൈഉൻ മിനദ് ദുനിയ, ദുനിയാവിൽ ഉയർന്നു വരുന്ന എന്തിനേയും ഇല്ലാ വളഅഹു, താഴ്ത്തിക്കളയുക എന്നുള്ളത് അല്ലാഹുവിന്റെ ബാധ്യതയാണ്. അതൊരു പ്രകൃതി നിയമമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ ഒരു അവസ്ഥ ഇല്ലെങ്കിൽ എന്നും ഒരു കൂട്ടർ, ഒരാൾ തന്നെ വിജയിച്ചിങ്ങനെ പോവുക, ഒരു വിഭാഗം തന്നെ വിജയിച്ചിങ്ങനെ പോവുക, ആ ഒരവസ്ഥ വന്നാൽ എന്തായിരിക്കും പ്രപഞ്ചത്തിന്റെ അവസ്ഥ? ഒരു സമതുലിതാവസ്ഥ ഉണ്ടാവില്ല. ഒരു കൂട്ടർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും, മറു കൂട്ടർ ഇങ്ങനെ ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും. അത് ഉണ്ടായിക്കൂടാന്നുള്ളത് അള്ളാഹുവിന്റെ നിയമമാണ്. അതുകൊണ്ടാണ് ഒരു പരിധി വരെ ഉയരാൻ കഴിയുള്ളൂ എന്ന് പറയുന്നത്. ഇപ്പൊ വളരെ ഉയരത്തിൽ പറക്കുന്ന ഒരുപാട് പക്ഷികളുണ്ട്. ആ പക്ഷികളൊക്കെ എത്ര ഉയരത്തിൽ പറന്നാലും ശരി, അതിന് പിന്നൊന്ന് താഴെ വരാതിരിക്കാൻ പറ്റില്ല. അതുപോലെ നമ്മളൊക്കെ സാധാരണ പട്ടം പറപ്പിക്കാറുണ്ട്.
പട്ടം എത്രയോ ഉയരത്തിലേക്ക് നമ്മൾ അതിന്റെ ട്രെയിൻ അതിന്റെ കയറിങ്ങനെ വിട്ടുകൊടുക്കുന്നതിനനുസരിച്ച് അതിങ്ങനെ പോകും മുകളിലേക്ക്. കാറ്റിന്റെ ദിശ അനുസരിച്ച് എത്ര വേണമെങ്കിലും മുകളിലേക്ക് പോകും. പക്ഷേ അത് പിന്നീട് മുഖം കുത്തി വീഴാതിരിക്കില്ല. ഇത് പ്രകൃതി സത്യമാണ്. എങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനവും അത് തന്നെയാണ്. ഈ ഭൗതിക ജീവിതത്തിലെ കാര്യമാണ് പറയുന്നത്, പരലോകത്തെ കുറിച്ചല്ല. ഈ ഭൗതിക ജീവിതത്തിൽ ഒന്നും എക്കാലവും വിജയിച്ചുകൊണ്ടേയിരിക്കുക, എക്കാലവും അധികാരത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുക, എക്കാലവും പ്രതാപിയായിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതുണ്ടാവില്ല എന്നുള്ളത് അള്ളാഹുവിന്റെ ബാധ്യതയാണ്. ഹഖ്ഖുൻ അലല്ലാഹി അല്ലാ യർതഫിഅ ശൈഉം മിനദ്ദുനിയ ഇല്ലാ വദഅഹു. ഇത് വെറും വാക്കല്ല, ഇത് പ്രവാചകന്റെ വചനമാണ്. ഇമാം ബുഖാരിയും അഹ്മദും ഉദ്ധരിച്ച ഹദീസിന്റെ അവസാന ഭാഗമാണ് ആ സംഭവവുമായി ബന്ധപ്പെടുത്തിയിട്ട്. ആ ഒട്ടകം പരാജയപ്പെടുന്നതും അനുയായികൾക്ക് വിഷമമുണ്ടാകുന്നതും അവരത് പ്രകടിപ്പിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പ്രകൃതി സത്യം അവരെ ബോധ്യപ്പെടുത്തുന്നതും എത്ര ചിന്തനീയമാണ്, മഹോന്നതമായ പാഠമാണ് പ്രിയമുള്ളവരെ നൽകുന്നതെന്ന് ആലോചിച്ചു നോക്കൂ. ഇതാണ് പ്രകൃതി നിയമം, ജീവിതം, അള്ളാഹുവിന്റെ നിശ്ചയം. അത് തന്നെയാ പറഞ്ഞത്, തൂത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. എപ്പോഴെങ്കിലും ഇത് പ്രാർത്ഥിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ ഇതിന്റെ ആശയം കൂടി നമ്മളുടെയൊക്കെ മനസ്സിലേക്ക് ആഴത്തിലുണ്ടാകണം. എന്നിട്ടറിയാതെ അള്ളാഹുവിനോട് നമുക്ക് പലതും ചോദിക്കാൻ കഴിയും. ആ ചോദിക്കുന്നതിന് അള്ളാഹു ഉത്തരം ചെയ്യുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെയുള്ള 2 വചനങ്ങളാണ് എന്ന് നാം തിരിച്ചറിയുക. ഇപ്പം വലിയൊരു സന്ദേശവും പാഠവുമാണ് ഇത് നൽകുന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചു. അതിൽ നമുക്ക് പഠിക്കാനുള്ളത്, ഒന്നും ഇവിടെ ശാശ്വതമല്ല. വിജയം ഒരു ശാശ്വതമല്ല, പരാജയവും ശാശ്വതമല്ല. അതൊക്കെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് അവസ്ഥ. ഇപ്പൊ നമ്മൾ നോക്കുക, വിവരസാങ്കേതിക വിദ്യ ഉത്തുംഗതയിൽ നിൽക്കുന്നു എന്ന് ഊറ്റം കൊള്ളുന്നവരാണ് മനുഷ്യലോകം. ശരിയാണ്, ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് പരിവർത്തനങ്ങൾ തീർച്ചയായും വിവരസാങ്കേതിക വിദ്യ കൊണ്ടുണ്ട് എന്നുള്ളത് നിമിഷവും അടുത്തറിയുന്നവരാണ് നമ്മൾ. അതൊന്നും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. അത് യാഥാർത്ഥ്യമാണ്, നമ്മൾ അനുഭവിച്ചറിയുന്നതാണ്. അങ്ങനെ വിവര സാങ്കേതിക വിദ്യയുടെ ഉത്തുംഗതയിൽ നിൽക്കുന്ന മനുഷ്യൻ ചിലപ്പോൾ അവന്റെ ആ കഴിവിൽ ഊറ്റം കൊണ്ടുപോകും. അവന്റെ ആ കഴിവ് ആര് നൽകിയെന്ന് അവൻ ചിന്തിക്കുന്നില്ല. അപ്പം അവന്റെ ആ കഴിവിനപ്പുറം വരാൻ ഒന്നുമില്ല എന്നുള്ള ജൽപ്പനത്തിലേക്കാണ് അവൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആ ജൽപ്പനങ്ങളുടെ പരിണിത ഫലമായി അതിന്റെ പളപളപ്പിൽ റബ്ബിനെ തന്നെ ചോദ്യം ചെയ്യും. എന്തല്ല, ഏതല്ല, എന്ത് മതം, എന്ത് ദീൻ, എന്ത് ഖുർആൻ, ഏത് പ്രവാചകൻ എന്നൊക്കെ ചോദിക്കുകയും അവഹേളിക്കുകയും പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകും. സത്യത്തിൽ ശാസ്ത്രീയമായ ഏതെങ്കിലും ഗവേഷണങ്ങളോ നിരീക്ഷണങ്ങളോ കണ്ടുപിടുത്തങ്ങളോ നടത്തുന്നവർ അറിയാതെ അള്ളാഹുവിന്റെ കഴിവിലേക്ക്, സ്വന്തം കഴിവില്ലായ്മയിലേക്കും എത്തേണ്ടതാണ്. അങ്ങനെ എത്തിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ ലോകത്തുണ്ടല്ലോ. തീരെ ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ അതാണ് അവസ്ഥ. പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ല. അവനൊരിത്തിരി എന്തെങ്കിലും ഉണ്ടായാൽ അതോടുകൂടി അവൻ അഹങ്കരിക്കുകയാണ്. അവനിത്തിരി അധികാരം കയ്യിലുണ്ടെങ്കിൽ അഹങ്കാരമായി മാറുന്നു, പദവി കയ്യിലുണ്ടെങ്കിൽ അഹങ്കാരമായി മാറുന്നു. അങ്ങനെ അഹങ്കാരത്തിലേക്ക് മാറിക്കൊണ്ട് ഇനി എനിക്കൊന്നിനെയും കൂസേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു തോന്നലിലേക്ക് അവൻ എത്തുന്നു. ആരെ പരിഗണിക്കണം, എത്ര പേരെ കൊന്നൊടുക്കിയാൽ എന്താണ്, ഒരു പ്രശ്നവും എനിക്കില്ല അല്ലെങ്കിൽ ഞങ്ങൾക്കില്ല എന്നുള്ള ചിന്താഗതിയിൽ ഇങ്ങനെ നീങ്ങുമ്പോൾ ചില ഉണർത്തലുകൾ ഇടയ്ക്കിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തും. ചില ഉണർത്തലുകൾ, ചില ഓർമ്മപ്പെടുത്തലുകൾ. അങ്ങനെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ അടുത്ത ദിവസമായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ലോസ് ഏഞ്ചൽസിലെയും കാലിഫോർണിയയിലെയും തീ പടർന്നു പിടിച്ചത്, കാട്ടുതീ പടർന്നു പിടിച്ചത്. എത്രയോ പാലസുകൾ തകർന്നടിഞ്ഞു, എത്രയോ കോടീശ്വരന്മാരുടെ സ്ഥലങ്ങൾ ഇല്ലാതെയായി, എത്രയോ ഏക്കർ സ്ഥലം കത്തി നശിച്ചു, എത്രയോ ബില്യൺ കണക്കിന് ഡോളറുകളുടെ നാശനഷ്ടമുണ്ടായി, മരണങ്ങൾ സംഭവിച്ചു. ഇതൊക്കെ വെറുതെ നമ്മളിങ്ങനെ ഏതെങ്കിലും ഒരു കൂട്ടരെ ഭീഷണിപ്പെടുത്താനോ അവരെ ഇകഴ്ത്താനോ വേണ്ടി ഉപയോഗപ്പെടുത്താനല്ല ഞാൻ ഇത് സൂചിപ്പിക്കുന്നത്. നമുക്ക് പാഠം ഉൾക്കൊള്ളാനുണ്ട് ഇതിൽ നിന്നൊക്കെ. ഇത് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ഇത് ചിലപ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷയാകാം, ചിലപ്പോൾ അള്ളാഹുവിന്റെ പരീക്ഷണമാകാം. മനുഷ്യർക്ക് വന്നു ഭവിക്കുന്ന വൻ ദുരന്തങ്ങളിൽ ഒരിക്കലും നമ്മൾ സന്തോഷിച്ചുകൂടാ.
കാരണം നാളെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് പറയാൻ കഴിയില്ല. നാളെ നമ്മളാരും ഇതിന് അതീതരല്ലല്ലോ, നമ്മളും ഇതിന് അധീനരാണെന്നുള്ള ബോധം നമുക്ക് വേണം. അപ്പോൾ നാം ചെയ്യേണ്ടത് മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. ഒപ്പം ഞാൻ മനുഷ്യൻ മാത്രമാണ്. ഞാൻ എത്ര ഉയർന്നാലും, എത്ര അധികാരം കിട്ടിയാലും, എത്രമാത്രം ആധുനിക സജ്ജീകരണങ്ങൾ കൂട്ടിയൊരുക്കിക്കൊണ്ട് എത്ര എല്ലാറ്റിനെയും ഇല്ലായ്മ ചെയ്യാൻ എനിക്ക് കഴിയുമെങ്കിലും മനുഷ്യനെന്ന ഞാൻ ഒരിക്കൽ പിടിവീഴപ്പെടും, എന്നെയും പിടികൂടും എന്നുള്ള ഒരു ബോധം മനുഷ്യ മനസ്സിലുണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ് സത്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുക. അതുപോലെ പൂർവിക സമുദായങ്ങൾ ഇതുപോലെ നിഗളിച്ച സന്ദർഭങ്ങളിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ച സംഭവങ്ങൾ ഖുർആനിലുടനീളം നമുക്ക് കാണാൻ കഴിയും. അവിടെയും അതൊക്കെ അവസാനിപ്പിക്കുന്നിടത്തും പാഠം ഉൾക്കൊള്ളാനും, കണ്ടറിയാനും, കേട്ടറിയാനും, തൊട്ടറിയാനും, മനസ്സിലാക്കാനും, പരിവർത്തനത്തിന് വിധേയമാകുവാനുമുള്ള ആഹ്വാനമാണ് ഇവിടെ എല്ലാം നൽകുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പ്രകൃതി നിയമമാണ് എന്ത്? ഈ ഭൗതിക ജീവിതത്തിൽ എപ്പോഴും ഒരു ഉന്നതി തന്നെ ആയിരിക്കൂല. ആ ഉന്നതിയിൽ നിന്ന് താഴേക്ക് വീഴാം. ആ വീഴ്ച അള്ളാഹുവിന്റെ തീരുമാനമായിരിക്കും എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് വിശ്വാസികളുടെ മനസ്സ് പാകപ്പെട്ട് അതിലേക്ക് വരേണ്ടത് എന്നാണ് ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ വചനം പ്രാർത്ഥനാ രൂപത്തിലുള്ളതാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു. ആ പ്രാർത്ഥനാ രൂപത്തിലുള്ളതാണെങ്കിലും ശരി, ഈ പ്രകൃതിയുമായി ബന്ധപ്പെടുന്ന ഒരുപാട് തത്വങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായത് നമ്മുടെ ഉയർച്ചയും നമ്മുടെ താഴ്ചയും, നമ്മുടെ വിജയവും നമ്മുടെ പരാജയവും, നമ്മുടെ പദവിയിൽ അങ്ങേയറ്റമെത്തലും പദവി ഇല്ലാതെ പോകലും, ഇതൊക്കെ ഇതുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ നമ്മളും ശരിക്ക് വിനയാന്വിതരും അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുന്നവരുമായി തീരും. അതിലേക്ക് നൽകുന്ന സന്ദേശമാണ് ഈ രണ്ട് വചനങ്ങൾ. രണ്ടാമത്തെ വചനത്തിൽ രാത്രിയുടെയും പകലിന്റെയും കാര്യങ്ങളെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. ജീവനുള്ളതും ജീവനില്ലാത്തതും ഒക്കെ എല്ലാം അള്ളാഹുവിനെ നമുക്കറിയാമല്ലോ. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പായിരുന്നാലും ശരി, അതുപോലെ തന്നെ രാപ്പകലുകൾ മാറി വരുന്നതായാലും ശരി, അതിലൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കി പറയുന്നു. വിശുദ്ധ ഖുർആൻ തദബ്ബുറിന്റെ ഗ്രന്ഥമാണ്, ചിന്തിക്കാൻ മനുഷ്യനോട് ആവശ്യപ്പെട്ട ഗ്രന്ഥമാണ്. ഒരു പ്രാർത്ഥനയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. ഈ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളുന്ന ആഴം, അത് ഉൾക്കൊള്ളുന്ന വിഷയങ്ങളുടെ വിശാലത എത്രമാത്രം വലുതാണ് എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ വചനങ്ങളൊക്കെ നൽകുന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ വിനയാന്വിതരായി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ട് ജീവിക്കുവാനും, ഒരു കാരണവശാലും എല്ലാം ഇവിടെ ശാശ്വതമാണ് എന്നുള്ള ചിന്ത നമ്മളുടെ ഒന്നും മനസ്സിനെ മതിക്കാതെ നമ്മൾ ഏത് രൂപേണയാണോ ഇത് എന്ന് കൃത്യമായി പഠിപ്പിച്ചു തരുന്നത് അത് മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി തീരാനുള്ള ശ്രമമാണ്. അതുപോലെ ഈ പ്രാർത്ഥനയിലൂടെ എന്താണോ നേടിയെടുക്കാൻ നമുക്ക് കഴിയുക അത് നേടിയെടുക്കാനുള്ള ശ്രമമാണ് നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. അതിന് മലിക്കുൽ ജബ്ബാറായ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. പശ്ചിമേഷ്യയിൽ നിന്ന് സമാധാനത്തിന്റെയും ശാന്തിയുടെയും ചില സന്ദേശങ്ങൾ പുറത്തു വരുന്നത് സന്തോഷത്തോടു കൂടിയാണ് ഞാനും നിങ്ങളും എന്ന് മാത്രമല്ല ലോകം ഒന്നാകെ അതിനെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. 2023 ഒക്ടോബർ 7 ആരംഭിച്ച ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം 15 മാസം പിന്നിട്ടു. ഒരുപാട് നാശനഷ്ടങ്ങൾ, ഒരു കൂട്ടരുടെ വംശഹത്യ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കം, എല്ലാത്തിനെയും ഇല്ലാതാക്കാതെ മാറില്ല. ഞാൻ നേരത്തെ ആമുഖത്തിൽ പറഞ്ഞ ഒന്നാമത്തെ ഖുതുബയിൽ പറഞ്ഞ വിഷയങ്ങൾ ഒന്ന് ബന്ധപ്പെടുത്തണം നമ്മൾ ഇതുമായി.
മാറില്ല എന്ന് അങ്ങേയറ്റത്തെ വീരവാദം മുഴക്കിക്കൊണ്ട് നീങ്ങുമ്പോൾ മാറാതെ നിർവാഹമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുകയാണ്. പൂർണ്ണമായും എത്തിപ്പെടട്ടെ എന്ന പ്രാർത്ഥനയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. ഈ സന്ദർഭത്തിൽ ഒക്ടോബർ 7 മുതൽ ഇന്നലെ വരെ 46,788 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 12,048 സ്ത്രീകളും 17,655 നിരപരാധികളായ കുട്ടികളും. ഒരുപാട് പേർ വിധവകളായി. ഏതാണ്ട് 19 ലക്ഷത്തോളം അഭയാർത്ഥികളായി. അവിടെ നടന്ന ഒന്നും നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലയിലുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഈ ഒരവസ്ഥ എത്തി. അത് യുദ്ധം തുടങ്ങിയ അന്ന് മുതൽ പ്രധാനമായും ഇത് ഇല്ലാതാക്കാനുള്ള മധ്യസ്ഥ ശ്രമമായി ഇറങ്ങിയ 2 രാഷ്ട്രങ്ങളുണ്ട്. ഒന്ന് ഖത്തറും ഒന്ന് ഈജിപ്തും. അവർ രണ്ടാളും ചെയ്ത സേവനങ്ങൾ അതതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് ലോകം മുഴുവൻ. ഫലസ്തീനികൾ ഏതാണ്ട് ആ വെടിനിർത്തൽ കരാറ് അംഗീകരിച്ച് മുന്നേറുമ്പോൾ ജൂതന്മാർ പൂർണ്ണമായ മനസ്സോടെ അത് അംഗീകരിക്കാൻ തയ്യാറില്ലാതെ കരാറ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം, കരാറ് നടപ്പിൽ വരിക ഞായറാഴ്ചയാണ്. ഞായറാഴ്ച മുതൽ വെടിനിർത്തൽ എന്നുള്ളതാണ്, യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഈ സമാധാന സന്ദേശത്തിന്റെ അല്ലെങ്കിൽ മധ്യസ്ഥന്മാരുടെ തീരുമാനം. അത് ഏതാണ്ട് ഒരു വിഭാഗം അംഗീകരിക്കും, 2 വിഭാഗവും അംഗീകരിക്കുമ്പോഴല്ലേ നിൽക്കുള്ളൂ. മറ്റൊരു വിഭാഗം അഥവാ ഇസ്രായേല് കഴിഞ്ഞ ദിവസവും ഏതാണ്ട് 81 പേരെ കൊന്നൊടുക്കി. അതാണ് ജൂത മനസ്സ്. വഞ്ചനയുടെ, ചതിയുടെ മനസ്സാണ് അവർക്ക് എപ്പോഴും ഉള്ളത്. ചരിത്രം അതാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. മൂസാ നബിയുടെ കാലം മുതലുള്ള ഇസ്രായേൽ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്ക്. ബനു ഇസ്രായേലിന്റെ ചരിത്രം അതല്ലാതില്ല. എന്നാലും അവരിൽ നല്ല മനുഷ്യരുണ്ട്. അവരൊക്കെ ആഹ്ലാദത്തിലാണ് ഇതെങ്ങനെയെങ്കിലും നിൽക്കാൻ പോകുന്നു എന്നുള്ള നിലയിൽ. ഇനി ജൂതന്മാരവരുടെ സ്വഭാവം അനുസരിച്ച് ഞായറാഴ്ച വരെ ഇനി 1-2 ദിവസമുണ്ട്. കിട്ടാവുന്നതും കൊല്ലാവുന്നതിനെയൊക്കെ കൊന്നൊടുക്കിയിട്ട് ഇനി പ്രഖ്യാപനത്തിലേക്ക് വരുമോ ഇല്ല അറിയില്ല. അള്ളാഹു അങ്ങനൊരു ദുഷ്ട മനസ്സ് അവർക്ക് നൽകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായിരുന്നാലും ആധുനിക ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായൊരു യുദ്ധമായിരുന്നു ഈ 15 മാസത്തോളം നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ 3 ഘട്ടങ്ങളായുള്ള വെടിനിർത്തലാണ് കരാറിൽ വരുന്നത്. ഞായറാഴ്ച അത് പ്രാബല്യത്തിൽ വരും ഇൻഷാ അല്ലാഹ്. വരുമാറാകട്ടെ, അവരുടെ ആ പ്രയാസത്തെ അള്ളാഹു അകറ്റി കൊടുക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളൊന്നും യുദ്ധത്തിന്റെ കെടുതികൾ അറിയാത്തവരാണ്. അതുകൊണ്ടൊന്നും ഇതൊന്നും ഉൾക്കൊള്ളാൻ പെട്ടെന്ന് എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞെന്ന് വരില്ല. അപ്പം അതുപോലെ തന്നെ ഇനി പാകപ്പെടാനുള്ള മനസ്സ് ജൂത മനസ്സാണ്, ഇസ്രായേലിന്റെ മനസ്സാണ്. ആ പരുഷതയിൽ നിന്ന് അള്ളാഹു അവരെ മുക്തരാക്കുകയും അവരുടെ മനസ്സിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുമായി സഹകരിക്കാനുള്ള പൂർണ്ണ മനസ്സ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇവരുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ ഫലസ്തീനികളുടെ നന്മയ്ക്ക് വേണ്ടി. അതോടൊപ്പം തന്നെ ഏതാണ്ട് 3 വർഷമായി നടക്കുന്നുണ്ട് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം. എവിടെ യുദ്ധം നടന്നാലും ആ യുദ്ധം ഉണ്ടാക്കി തീർക്കുന്ന ഭവിഷ്യത്ത് നല്ലതല്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ എല്ലായിടവും സമാധാനവും ശാന്തിയും ഉണ്ടാകാവുന്ന അവസ്ഥ. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഉണർത്താനുള്ളത്, ഈ കരാറ് അത് ഫലവത്താകുവാനും കൂട്ടരും അത് പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ സന്തോഷം തിരിച്ചു വരാനും, നഷ്ടപ്പെട്ടു പോയവരൊക്കെ പോയി, ഇനി അവരെ തിരിച്ചു കിട്ടൂല. നഷ്ടപ്പെട്ടു പോയതും പോയി. പക്ഷെ ഇനി ഉള്ളവർക്കെങ്കിലും, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പോയി കഴിഞ്ഞേക്കുന്നത്. അവിടുത്തെ കണക്കുകളൊക്കെ കൃത്യമായി മീഡിയകളിൽ വരുന്നുണ്ട്. സങ്കടം തോന്നും നമുക്കത് വായിച്ചു നോക്കിയാൽ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയുണ്ട്. അതിൽ നിന്നൊക്കെ മുക്തരായി അവർക്ക് ശാശ്വതമായ സമാധാനം ആ പ്രദേശത്തും ലോകത്തും ഉണ്ടാകുവാനുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. ആ പ്രാർത്ഥനകൾ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആ ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ശാന്തിയും സമാധാനവും കൈവരാനുള്ള സർവ്വ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുമാറാകട്ടെ. ഇത്തരം മർദ്ദിതരുടെ മോചനം അള്ളാഹു സുബ്ഹാനഹു വ തആല
എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. മർദ്ദകരിൽ നിന്ന് മർദ്ദകരുടെ പരാജയം അള്ളാഹു എളുപ്പമാക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും ഏവരെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. കഴിഞ്ഞ വെള്ളിയാഴ്ചക്കും ഇന്നിനും ഇടയിൽ പലരും നമ്മളെ അറിയുന്ന പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഈ പള്ളിയിൽ സ്ഥിരമായി വരുന്ന ഒരു സഹോദരി വീണ് അപകടം സംഭവിച്ച് ശസ്ത്രക്രിയക്ക് വിധേയയായി ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ വേദന ലഘൂകരിച്ചു കൊടുക്കുമാറാകട്ടെ. പൂർണ്ണ ശിഫ എത്രയും പെട്ടെന്ന് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബാദികളെയും നമ്മുടെ മക്കളെയും പേരക്കിടാങ്ങളെയും നമ്മുടെ നാടിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.